അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം. അങ്കണത്തിൽ ഇന്ന് ശശികല സുരേഷ് ആലപിക്കുന്ന ലളിതഗാനം, ശശികല സുരേഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, മായ അനൂപ് എഴുതി അവതരിപ്പിക്കുന്ന കഥ എന്നിവ കേൾക്കാം. ആദ്യം ശശികല സുരേഷ് ആലപിക്കുന്ന ലളിതഗാനം. പാതി തുറന്നൊരു പൂമുഖവാതിലിൽ പൂനിലാവൊന്നു വിടർന്നു. പാതി തുറന്നൊരു പൂമുഖവാതിലിൽ പൂനിലാവൊന്നു വിടർന്നു. നക്ഷത്രദീപം തെളിഞ്ഞ മിഴിയിലെ നാളങ്ങളെന്നെയൊഴിഞ്ഞു. ഞാനതിലെന്നെ മറന്നു. പാതി തുറന്നൊരു പൂമുഖവാതിലിൽ പൂനിലാവൊന്നു വിടർന്നു. പോയ കാലത്തിൻ്റെ ഓർമ്മയിൽ പിന്നൊരു പാടവരമ്പു തെളിഞ്ഞു. പോയ കാലത്തിൻ്റെ ഓർമ്മയിൽ പിന്നൊരു പാടവരമ്പു തെളിഞ്ഞു. ആ വരമ്പോരത്ത് മന്ദം മധുരമായി നൂപുരമൊന്നു കിലുങ്ങി. ഞാനതിനാദം നുകർന്നു. പാതി തുറന്നൊരു പൂമുഖവാതിലിൽ പൂനിലാവൊന്നു വിടർന്നു. ബാല്യകൗമാരത്തിൻ കേളിരവങ്ങളിൽ മാറ്റോടെ നിന്നൊരു രൂപം. ബാല്യകൗമാരത്തിൻ കേളിരവങ്ങളിൽ മാറ്റോടെ നിന്നൊരു രൂപം. കാലങ്ങളേറെ കടന്നു പോയിടിലും മായാതെ നിൽക്കയാണിന്നും. ഞാനതിൽ വീണലിയുന്നു. മായാതെ നിൽക്കയാണിന്നും. ഞാനതിൻ വീണലിയുന്നു. പാതി തുറന്നൊരു പൂമുഖവാതിലിൽ പൂനിലാവൊന്നു വിടർന്നു. നക്ഷത്രദീപം തെളിഞ്ഞ മിഴിയിലെ നാളങ്ങളെന്നെയൊഴിഞ്ഞു. ഞാനതിലെന്നെ മറന്നു. പാതി തുറന്നൊരു പൂമുഖവാതിലിൽ പൂനിലാവൊന്നു വിടർന്നു. ശശികല സുരേഷ് ആലപിച്ച ലളിതഗാനത്തെ തുടർന്ന് മായ അനൂപ് എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. സ്വർണ്ണക്കണ്ണികൾ. അന്നെന്തോ പതിവിലും നേരത്തെ ഉണർന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ജോലികളൊക്കെ നേരത്തെ തീർന്നിരിക്കുന്നു. ഉമ്മറത്ത് വന്ന് എന്നും ഓമനിച്ച് വളർത്തുന്ന അരിമച്ചെടികളെ നോക്കിയിരുന്നു ശ്രീദേവി. അപ്പോഴേക്കും ഓർമ്മകൾ തന്നെയും കൊണ്ട് എത്ര വേഗത്തിലാണ് പുറകിലേക്ക് യാത്രയായത്. ഒത്തിരി സ്നേഹം കിട്ടാൻ ആഗ്രഹിച്ച, സ്നേഹം എത്ര കിട്ടിയാലും മതിയാകുമായിരുന്നില്ലാത്ത ഒരു നാടൻ പെണ്ണായിരുന്നില്ലേ താൻ. എന്നാൽ തൻ്റെ ആ ആഗ്രഹങ്ങൾക്ക് നേർ വിപരീതമായിരുന്നു ശ്രീയേട്ടൻ്റെ സ്വഭാവം. കല്യാണം കഴിഞ്ഞത് മുതൽ തന്നെ അങ്ങനെയായിരുന്നു.
സ്നേഹം ഒട്ടും തന്നെ പ്രകടിപ്പിക്കാൻ അറിയാത്ത പ്രകൃതം. മാത്രവുമല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞുകൊണ്ടുള്ള ദേഷ്യവും. ആദ്യമൊക്കെ ഒരുപാട് വേദന തോന്നിയിട്ടുണ്ട്. പിന്നെ അതൊരു ശീലമായി മാറി. ആ സ്വഭാവത്തോട് ഇണങ്ങിച്ചേർന്നു. സ്നേഹം ആഗ്രഹിക്കാതെയായി, പ്രതീക്ഷിക്കാതെയായി. എന്നാൽ കുട്ടികൾ ആയപ്പോഴോ അവരോടും അങ്ങനെ തന്നെ. സ്നേഹവും വാത്സല്യവും അവരോടും തീരെ പ്രകടിപ്പിക്കാറില്ല. എങ്കിലും തങ്ങളോട് സ്നേഹമില്ല എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് തന്നെ വിശ്വസിക്കാനായിരുന്നു ഇഷ്ടം. എന്തൊക്കെയായാലും എന്തെല്ലാം ദോഷങ്ങളുണ്ടെങ്കിൽ പോലും എന്തോ വിശ്വാസവഞ്ചന കാണിക്കാൻ കഴിയുമെന്ന് തനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും താൻ എതിർത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെയുള്ള സ്വഭാവം മാത്രമില്ല എന്ന് പറഞ്ഞ്. കാരണം അത്രയ്ക്കും വിശ്വാസമായിരുന്നു തനിക്ക്. അതുകൊണ്ട് തന്നെയാണല്ലോ അന്ന് ആ സംഭവം ഉണ്ടായപ്പോൾ അതിൽ നിന്നും മനസ്സിനെ കരകയറ്റാൻ മാസങ്ങളുടെ ദൈർഘ്യം വേണ്ടി വന്നത്. അന്നത്തെ ആ സംഭവം ഓർമ്മിക്കുന്ന നേരത്തെല്ലാം ഇന്നും ഹൃദയത്തിൽ എന്തോ ഒരു നടുക്കം പോലെയാണ് തോന്നാറുള്ളത്. അന്നത്തെ ആ രാത്രി, ഹൃദയത്തെ കീറി മുറിക്കുന്ന ആ വാക്കുകൾ. ഇന്നത്തെ പോലെ ഓർക്കുന്നു ആ സംഭവം. അന്ന് ആ രാത്രിയിൽ ഇടയ്ക്കെപ്പോഴോ ഉണർന്ന താൻ കൂടെ ആളെ കാണാതിരുന്നതിനാലാണ് പതിയെ എഴുന്നേറ്റ് തിരഞ്ഞത്. മുറികളിൽ കാണാതെ വന്നപ്പോൾ മുറ്റത്തേക്ക് ശ്രദ്ധിച്ചു. അപ്പോൾ കേൾക്കാൻ കഴിഞ്ഞു പതിഞ്ഞ ശബ്ദത്തിലുള്ള സംസാരം. ആരോടാണ് ഈ രാത്രിയിൽ ഇത്ര രഹസ്യം പറയുന്നത് എന്ന് ശ്രദ്ധിച്ച തനിക്ക് കേട്ട വാക്കുകൾ സ്വപ്നത്തിലാണോ അതോ സത്യമാണോ എന്ന് വിശ്വസിക്കാൻ ഏറെ സമയമെടുക്കേണ്ടി വന്നു. യാഥാർത്ഥ്യബോധത്തിലേക്ക് വന്ന തൻ്റെ ശരീരമാകെ തളർന്നു പോകുന്നത് പോലെയുള്ള ഒരവസ്ഥയായിരുന്നു. ഏതോ ഒരുവളുമായുള്ള പ്രണയ സംഭാഷണമായിരുന്നു അത്. സമനില വീണ്ടെടുക്കാൻ ഏറെ സമയമെടുത്തു. പിന്നെ തനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളതിന് ഇന്നും യാതൊരു നിശ്ചയവുമില്ല. സങ്കടവും ദേഷ്യവും കൊണ്ട് എന്താ ചെയ്യുകയെന്നറിയാത്ത അവസ്ഥ. അന്ന് ആദ്യമായി തനിക്ക് തൻ്റെ ഭർത്താവിനെ പേടി തോന്നിയ ദിവസം. താൻ ഓടി വന്നു കുട്ടികളെ രണ്ടുപേരെയും കൂട്ടി മറ്റൊരു മുറിയിൽ കയറി കതകടച്ചു കുറ്റിയിട്ടു. തന്നെ കൊല്ലാൻ വരുന്ന ഒരാളെന്നതുപോലെയുള്ള ഭീതിയായിരുന്നു ഉള്ളിൽ. വെളിയിൽ വന്ന് കുറേ മുട്ടി വിളിക്കുന്ന ശബ്ദം കേൾക്കാമെങ്കിലും അന്ന് രാത്രി താൻ കതക് തുറന്നതേയില്ല. ഒരു തരത്തിൽ അന്ന് രാത്രി നേരം വെളുപ്പിച്ചു. പിന്നെ കുറേ ദിവസത്തേക്ക് ഒരു മരണവീടിൻ്റെ പ്രതീതിയായിരുന്നു വീട്ടിൽ. കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ മുറിയിൽ കയറി ഒറ്റയ്ക്കിരുന്ന് മതിയാകും വരെ കരയും. കാരണം ഒരിക്കലും വിശ്വസിക്കാനോ സഹിക്കാനോ കഴിയുമായിരുന്നില്ല കേട്ട ആ വാക്കുകൾ. ഇങ്ങനെയൊരു ഭർത്താവിനെ ഇനി വേണ്ടേന്ന് തന്നെ ആയിരുന്നു അന്ന് തൻ്റെ മനസ്സിൻ്റെ തീരുമാനം. പിന്നെ പതിയെ മനസ്സിൻ്റെ ഭാരം എങ്ങനെയെങ്കിലും ഒന്ന് കുറയട്ടെ എന്ന് കരുതി ആത്മാർത്ഥതയുള്ള അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു. കഥകളിലും സിനിമകളിലും കണ്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കാതിരുന്ന തനിക്ക് അവരാണ് ആ പുതിയ കാര്യം അന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഇങ്ങനെയൊന്നുമില്ലാത്ത ലോകം ഇന്നില്ല എന്ന്. ഇതൊക്കെ വെറും സാധാരണ സംഭവങ്ങൾ മാത്രമാണത്രേ. ഇതൊന്നും അത്ര കാര്യമായി കരുതേണ്ടതില്ല എന്ന്. പിന്നെ ദാമ്പത്യ ബന്ധത്തിൽ ഒരു കണ്ണും ഒരു ചെവിയും എപ്പോഴും അടഞ്ഞു തന്നെ ഇരിക്കണമെന്നും. പകുതിയെ നമ്മൾ കാണാവൂ, പകുതിയെ നമ്മൾ കേൾക്കാവൂ. എല്ലാം കാണാനും കേൾക്കാനും ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുന്നത് പോലും. അന്നത് തനിക്കൊരു പുതിയ അറിവായിരുന്നു. കാരണം അന്ന് വരെ വിവാഹ ജീവിതത്തെക്കുറിച്ച് അങ്ങനെയായിരുന്നില്ല താൻ കരുതിയിരുന്നത്. പരസ്പരം ഒന്നും മറച്ചു വെക്കാനില്ലാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമാകുന്ന, സ്നേഹം കൊണ്ട് പരസ്പരം തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ബന്ധം. ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം രണ്ടാം സ്ഥാനമേ പാടുള്ളൂ. അതായിരുന്നു എൻ്റെ ചെറിയ കാഴ്ചപ്പാടിൽ പവിത്രമായ വിവാഹബന്ധം. എന്നാൽ അവരുടെ ആ വാക്കുകൾ തന്നെ അന്ന് പ്രായോഗികമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ചെറിയ ചെറിയ കേടുപാടുകൾ സംഭവിച്ചുവെന്ന് കരുതി ഒരു വിലയേറിയ ഉപകരണം പോലും അത്ര പെട്ടെന്നൊന്നും നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ പരമാവധി നോക്കും. അതുപോലെ തന്നെ കുടുംബജീവിതം എന്നത് അത്ര പെട്ടെന്ന് പൊട്ടിച്ചു കളയുവാൻ കഴിയുന്ന ഒരു ചങ്ങലയല്ലല്ലോ. അങ്ങനെ താനും ചിന്തിക്കാൻ ശ്രമിച്ചു. ഇന്നത്തെ ഈ ലോകമല്ലേ, മനുഷ്യരല്ലേ, പൂർണ്ണരായ മനുഷ്യരുണ്ടോ? ചില സാഹചര്യങ്ങൾ, ചില സന്ദർഭങ്ങൾ എത്ര നല്ലവരെയും ചിലപ്പോൾ. അങ്ങനെ ഒടുവിൽ പാതി മനസ്സോടെ താനും ആ സംഭവത്തിൻ്റെ ഗൗരവത്തെ ലഘൂകരിച്ച് കാണാൻ നിർബന്ധിതയായി. എങ്കിലും താൻ ന്യായമായും ഒന്നു മാത്രം ആഗ്രഹിച്ചു, പ്രതീക്ഷിച്ചു. ശ്രീയേട്ടനിൽ നിന്നും ഒരു കുറ്റസമ്മതവും ഇനി തന്നോട് തെറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പും. അത് ആരും പ്രതീക്ഷിക്കുമല്ലോ. ആ ഒരു ചെറിയ കാര്യം മാത്രം താനും പ്രതീക്ഷിച്ചു.
കാരണം താൻ കേട്ട കാര്യങ്ങൾ ഒരു ഭാര്യയ്ക്കും ക്ഷമിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. എന്നിട്ടും അതുപോലും കുടുംബത്തിൻ്റെ ഭദ്രതയെ ഓർത്ത് ക്ഷമിക്കുവാൻ താൻ തയ്യാറാകുമ്പോൾ അത്രയെങ്കിലും കിട്ടാൻ തനിക്കും അവകാശമില്ലേ, അർഹതയില്ലേ? അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു വാക്ക് ഇനി ആവർത്തിക്കില്ല എന്ന ഒരു ഉറപ്പ് കേൾക്കുവാനായി മാത്രം പിന്നെയും പിന്നെയും താൻ ചോദിച്ചതും. ശ്രീയേട്ടൻ എന്താ പറ്റിയത്? എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? സത്യം എന്തുതന്നെയായാലും എന്നോട് തുറന്നു പറയൂ എന്ന്. തനിക്ക് മറ്റൊന്നും വേണ്ടിയിരുന്നില്ല. ശ്രീയേട്ടനിൽ നിന്നും ഈ ഒരു വാചകം മാത്രം തനിക്ക് കേട്ടാൽ മതിയായിരുന്നു. എൻ്റെ ദേവി, ഒരു ഭാര്യയ്ക്കും ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്. എങ്കിലും നീ എന്നോട് ക്ഷമിക്കൂ. എനിക്ക് അറിയാതെ ഒരു അബദ്ധം പറ്റിയതാണ്. അല്ലാതെ നിന്നെയോ മക്കളെയോ വിഷമിപ്പിക്കണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിഷമിപ്പിക്കില്ല. എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. നീ വേണ്ട എന്നോട് ക്ഷമിക്കാൻ. ഈ ഒരൊറ്റ പ്രാവശ്യം നീ എന്നോട് ക്ഷമിക്കൂ, ഇത്രയും മാത്രം. ഇങ്ങനെയൊരു വാക്ക് തന്നോട് പറഞ്ഞ് തന്നെ ഒന്ന് ചേർത്തണച്ച് നെറുകയിലൊരു ചുംബനവും തന്നിരുന്നുവെങ്കിൽ ശ്രീയേട്ടൻ്റെ ഏത് തെറ്റും ആ നിമിഷം തന്നെ താൻ ക്ഷമിക്കുമായിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ എല്ലാം തൻ്റെ മനസ്സിൽ നിന്ന് മാറി ഉള്ളം തെളിയുമായിരുന്നു. തന്നെപ്പോലൊരു സാധാരണ പെണ്ണ് അങ്ങനെയാണ്. അവളോട് എത്ര വലിയ തെറ്റുകൾ ചെയ്താലും സ്നേഹത്തോടെയുള്ള ഒരു വാക്കിൽ, കുറ്റബോധത്തോടെ ഉള്ള ഒരു പെരുമാറ്റത്തിൽ, ഒരു ചെറിയ തലോടലിൽ, ഒരു ചെറിയ ചുംബനത്തിൽ അവളുടെ എല്ലാ പിണക്കങ്ങളും അവൾ മറക്കും. അവളുടെ എല്ലാ വിഷമങ്ങളും അകലും. എന്നാൽ എന്തൊക്കെ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്താലും അന്നുവരെ തൻ്റെ തെറ്റുകൾ സമ്മതിക്കാൻ ഒരിക്കലും തയ്യാറാകാത്ത ശ്രീയേട്ടൻ പതിവ് പോലെ ഇതും സമ്മതിക്കാൻ ഒരിക്കലും തയ്യാറല്ലായിരുന്നു. കൃത്യമായ തെളിവോടുകൂടി ചോദിച്ചിട്ട് പോലും എപ്പോഴും ഉള്ളതുപോലെ തന്നെ കുറേയേറെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് തെറ്റ് സമ്മതിക്കാതെ തർക്കിച്ചുകൊണ്ടേയിരുന്നു. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും തയ്യാറാകാതെ തന്നെ തന്നെ പിന്നെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുമിരുന്നു. അവസാനം തൻ്റെ ആ ന്യായമായ ആഗ്രഹം പോലും സാധിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഒടുവിൽ ആ ചോദ്യവും പിന്നെ പിന്നെ നിർത്തി. അവിടെയും താൻ തന്നെ പിന്നെയും പരാജയം സമ്മതിക്കേണ്ടതായി വന്നു. തെറ്റ് ചെയ്ത ആൾ തന്നെ വീണ്ടും ജയിച്ചു. ആ വലിയ കരടിനെ കണ്ണിലും ആ വലിയൊരു മുറിവിനെ ഹൃദയത്തിലും സൂക്ഷിച്ചുകൊണ്ട് തൻ്റെ ജീവിതം പിന്നെയും പതിയെ പതിയെ ഇഴഞ്ഞു നീങ്ങി. എങ്കിലും ഇന്നും താൻ ആഗ്രഹിക്കുന്നു, എപ്പോഴെങ്കിലും ഒരു ഉറപ്പ് തന്നിരുന്നെങ്കിൽ മനസ്സിൽ നിന്നും ആ വലിയ ഭാരത്തെ ഒന്ന് പൂർണ്ണമായും ഇറക്കി വെക്കാമായിരുന്നുവെന്ന്. അങ്ങനെ ഒരു ഉറപ്പ് തന്നുവെങ്കിൽ പോലും ഒരു പെണ്ണിനെ, ഒരാണിന് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കബളിപ്പിക്കാൻ കഴിയും. എങ്കിലും വെറുതെ എങ്കിലും ഒരു ഉറപ്പ്, ചെറിയൊരു മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും. മനുഷ്യരാണ്. അറിയാതെ ഒരു തെറ്റ് വന്നുപോയി എങ്കിൽ തന്നെ ഒരു കുറ്റസമ്മതം, അതിന് കുടുംബജീവിതത്തിലുള്ള സ്ഥാനം എത്ര വലുതാണ്. എന്നാൽ അറിയാതെ വന്നുപോയ ഒരു തെറ്റിന് സോറി പറയുക എന്നുള്ളത് എല്ലാവരെ കൊണ്ടും കഴിയുന്ന കാര്യമല്ല. താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് സ്വന്തം മനസ്സിലെങ്കിലും ഒരു ബോധ്യമുള്ളവർക്കും അതിൽ യഥാർത്ഥത്തിൽ കുറ്റബോധമുള്ളവർക്കും ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല മനസ്സിൻ്റെ ഉടമകൾക്കും മാത്രമേ താൻ ചെയ്ത തെറ്റ് സമ്മതിക്കാൻ കഴിയുകയുള്ളൂ. കുടുംബജീവിതത്തിലെന്നല്ല, ഏതൊരു ബന്ധത്തിലായാലും സ്വന്തം വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ സ്നേഹിക്കുന്നവരെ വേദനിപ്പിച്ചാൽ പോലും താൻ ആരുടെയും മുൻപിൽ താഴാൻ തയ്യാറല്ല, താനാണ് ഏറ്റവും വലിയ ശരി എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്നവർക്ക് ആരുടെ മുൻപിലും താഴാൻ അവരുടെ മനസ്സ് ഒരിക്കലും അവരെ അനുവദിക്കില്ല. ആരോ എന്നോ പറഞ്ഞ ഒരു വാചകം കേട്ടിട്ടുണ്ട്, തെറ്റുകൾ മനുഷ്യ സഹജമാണ്, എന്നാൽ ക്ഷമിക്കുക എന്നത് ദൈവികവും എന്ന്. എന്നാൽ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അതിലൊരു കുറ്റബോധമോ അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാനുള്ള മനസ്സോ കാണിക്കാത്ത, അതുമല്ലെങ്കിൽ താൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ചു തരാൻ പോലും മനസ്സ് കാണിക്കാത്തവരോട് പിന്നെയും നമ്മൾ തന്നെ ക്ഷമിക്കേണ്ടതുണ്ടോ? അതറിയില്ല. സോറി അല്ലെങ്കിൽ ക്ഷമ പറയാനുള്ള ഒരു മനസ്സെന്നത് ബന്ധങ്ങളെ വിളക്കി ചേർക്കുവാൻ ഇടയിൽ നിൽക്കുന്ന സ്വർണത്താൽ പണിത ഒരു കണ്ണിയാണ്. സ്വർണത്തിൻ്റേതെന്ന് പറയുവാൻ കാരണം കുറ്റസമ്മതം എന്ന ആ ഒരു കണ്ണിക്ക് ബന്ധങ്ങളുടെ ഇടയിൽ അത്രയും വിലപ്പെട്ട സ്ഥാനമാണ് ഉള്ളത് എന്നതുകൊണ്ടാണ്. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അവൾ ഓർത്തു. എന്തൊക്കെയോ ചിന്തിച്ചിരുന്ന് സമയം പോയതറിഞ്ഞതേയില്ല. വീണ്ടും മനസ്സ് ഇന്നിലേക്ക് വന്നപ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ എഴുന്നേറ്റു. ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക് തിരശ്ശീലയിട്ടുകൊണ്ട് വീണ്ടും അടുത്ത ജോലികളിലേക്ക്. മായ അനൂപ് എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്തതായി ശശികല സുരേഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. മാവിൻ്റെ രോദനം.
ഓരോ സായാഹ്നവും എത്രയോ കുരുന്നുകളൻ ചില്ലയിലൂഞ്ഞാല് കെട്ടിയിരുന്നു. കാറ്റു വന്നെത്രയോ മാങ്കനി വീട്ടിയിരുന്നു. എത്രയോ ഞരളവള്ളികൾ എന്നോട് ചേർന്നാടിയിരുന്നു. എത്രയോ കിളികളെൻ്റെ മാങ്കനി നുകർന്നിരുന്നു. എത്രയോ കിളിക്കൂടുകളെന്നെ പുണർന്നിരുന്നു. ഇന്നോ ഞാനേകനായി ഒടിഞ്ഞ് ദ്രവിച്ചൊരീ ചില്ലയ്ക്കൊപ്പം വീണു കിടക്കയാണിവിടെ. മാമ്പൂവില്ല, മാങ്കനിയില്ല, കുരുന്നുകളില്ല, കിളികളില്ല, ഊഞ്ഞാലില്ല. ഞാനുമെന്നുണങ്ങിയ ചില്ലകൾ മാത്രം, ഒടിഞ്ഞു തൂങ്ങിയൊരു പാഴ്മരം, അനാഥനായൊരു പാഴ്മരം. നാരകപ്പൂക്കൾ. പാതിരാവിൽ പാതിരാക്കാറ്റിൽ പാതി തുറന്നൊരൻ ജനൽപ്പാളികൾക്കിടയിലൂടൊഴുകി വന്നൊരാ പരിമളമീ കൊച്ചു നാരകപ്പൂവിൽ നിന്നു തന്നെയോ? മുല്ലപ്പൂവിനേക്കാൾ സുഗന്ധറാണിയോ നീ? മുറ്റത്തെ ചെമ്പകത്തേക്കാൾ നറുമണം പരന്നു രാജ്ഞിയോ നീ? മൂകമായി മുറ്റത്ത് മൗനമായി വിരിഞ്ഞൊരൻ നാരകപ്പൂക്കളെ, നിൻ സുഗന്ധമൻ നിദ്രയെ പോലും തൊട്ടുണർത്തി. പുലരിയിൽ മുറ്റത്ത് പൂമണം പരത്തി പനിനീർപ്പൂ പോലെ പൂ പൊഴിച്ച് പരിസരമാകെ പരിലസിച്ചു നിൽക്കയോ എൻ നാരകപ്പൂക്കളെ. നടന്നു തീർന്ന വഴികളിലൂടെ. നടന്നു തീർത്ത വഴികളെല്ലാം മൂകമായിരുന്നു. നടന്നു തീരാത്ത വഴികൾ ബാക്കിയുണ്ട്. ഇനി എത്ര നാളീ പൂവിൽ നടന്നു തീർക്കണം? ഇനി എത്ര രാവുകൾ ഉറങ്ങിത്തീർക്കണം? എഴുതി തീരാത്ത വരികൾ എഴുതി തീർക്കണം. പറഞ്ഞു തീരാത്ത കഥകൾ പറഞ്ഞു തന്നെ തീർക്കണം. വ്യഥകളെല്ലാം കണ്ണുനീരായി ഒഴുക്കിയിടണം. വിധിയെന്ന് ആശ്വസിച്ചിടണം. മടക്കയാത്രയിൽ ശൂന്യത മാത്രം. മായാലോകത്തേക്കൊരു തീർത്ഥയാത്ര. മൂകമായി ശാന്തമായി നടന്നു തീർന്ന വഴിയിലേക്കൊരു അവസാന യാത്ര. തിരിച്ചു വരാത്ത അന്ത്യയാത്ര. എരിയലുകൾ. എരിയുന്ന വേനൽ ചൂടിൽ എരിഞ്ഞടങ്ങുന്ന കരിയില പോലെ കാലമാം ജീവിതയാത്ര. കടൽ തിരമാല പോലെ പൊങ്ങിയും താണും പോയ കാലത്തിനോർമ്മകൾ തൻ പൊൻവസന്തമൊരോർമ്മയായി അവശേഷിപ്പൂ. സ്വപ്നങ്ങളേകുന്ന കാലമേ, ദുസ്വപ്നങ്ങളേകുന്ന കാലമേ, സുഖങ്ങളേകുന്ന കാലമേ, ദുഃഖങ്ങളേകുന്ന കാലമേ, നിൻ കാൽക്കീഴിലല്ലോ ഈ മനുഷ്യജന്മങ്ങൾ. അശാന്തിയുടെ കാലമല്ലിവിടെ വേണ്ടു, ശാന്തിയുടെ കാലങ്ങൾ മാത്രമേ വേണ്ടൂ. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാലങ്ങളായി മനുഷ്യജന്മങ്ങളെ പൊതിയൂ ഇനിയുള്ള കാലമത്രയും, ഇനിയുള്ള കാലമത്രയും. സായാഹ്ന സ്മൃതി. സായാഹ്നത്തിനിളങ്കാറ്റിൽ അസ്തമയത്തിനിളവെയിലിൽ ഓളമില്ലാ കടലുപോലൻ നൊമ്പരങ്ങൾ മയങ്ങവേ, ഭൂതകാല സ്മൃതിയുണർത്തിയ നീർക്കുമിളകൾ പോലെയെന്നോർമ്മകൾ പൊന്തി വരികയോ തകർന്നടിഞ്ഞു മറകയോ.
പെയ്തു വീഴും തൂമഴയിൽ ഈറനായൊരു രാവിതിൽ നിദ്ര വിട്ടൊരു രാപ്പാടി ശോകഗാനമുതിർക്കയോ രാവു പോയതറിയാതെ മൺമറഞ്ഞ കിനാക്കൾ തൻ ശോകമൂകവിതുമ്പലിൽ കേണു വീണു മയങ്ങി ഞാൻ. പാതിരാക്കിളി പാടിയ പാട്ടിൻ ദുഃഖഗീതിയുണർത്തിയോ നിദ്ര വിട്ടു പറക്കുവാൻ കനവുറങ്ങിയ ഭൂമിയിൽ. നിദ്ര വിട്ടു പറക്കുവാൻ കനവുറങ്ങിയ ഭൂമിയിൽ, കനവുറങ്ങിയ ഭൂമിയിൽ. ശശികല സുരേഷ് എഴുതി അവതരിപ്പിച്ച കവിതകൾ, ലളിതഗാനം, മായ അനൂപ് എഴുതി അവതരിപ്പിച്ച ചെറുകഥ എന്നിവയാണ് അങ്കണത്തിൽ പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.